Once again, welcome back to KCS Classes. KCS Classesന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കുറച്ച് ദിവസങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ കുട്ടികളുടെ ഭാഗത്ത് വന്നുള്ള ഒരു ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA 4 സെമസ്റ്റർ എക്സാംസ് എന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക? ഇതാണ് കുട്ടികൾക്ക് അറിയേണ്ടത്. സോ വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ BCom BBA 4 സെമസ്റ്ററിലെ 2 പ്രോബ്ലം പേപ്പേഴ്സ് ആയിട്ടുള്ള QT കോസ്റ്റ് അക്കൗണ്ടിങ്, ഈ രണ്ടെണ്ണത്തിന്റെയും ക്ലാസ്സസ് അവൈലബിൾ ആണ്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യൂണിവേഴ്സിറ്റി സാധാരണ 4 സെമസ്റ്റർ എക്സാംസ് വിളിക്കാറ് ഫെബ്രുവരിയിൽ നോട്ടിഫിക്കേഷൻ വന്ന് മെയ് പകുതിയോട് കൂടിയിട്ടൊക്കെയാണ് എക്സാംസ് സാധാരണ സ്റ്റാർട്ട് ചെയ്യാറ്. ഇപ്പോൾ 2023 ഫെബ്രുവരിയിൽ നോട്ടിഫിക്കേഷൻ വന്ന് മെയ് 15-ാം തീയതിയൊക്കെയാണ് എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ദെൻ കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ എക്സാം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം എക്സാം നടന്നത് ജൂൺ മാസത്തിലാണ്. അപ്പോൾ യൂഷ്വലി ഈ പറയുന്ന മെയ് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് വീക്കൊക്കെ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യാറ്. അത് ഈ ഫെബ്രുവരിയിൽ വിളിക്കുമ്പോഴാണ് ഇങ്ങനെ മെയ് മാസം പകുതിയൊക്കെ ആയിട്ട് വരാറ്. ഇപ്രാവശ്യം യൂണിവേഴ്സിറ്റി കറക്റ്റ് സമയത്താണ് എല്ലാ കാര്യങ്ങളും വിളിച്ചിട്ടുള്ളത്. സോ ജനുവരി ഇത്ര നേരത്തെ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നൊരു നോട്ടിഫിക്കേഷൻ വന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ മെയ് മാസത്തിനേക്കാൾ മുമ്പ് വേണമെങ്കിൽ, അല്ലെങ്കിൽ മെയ് ഫസ്റ്റ് വീക്കോ അല്ലെങ്കിൽ മെയ് ആ ഒരു ടൈമിൽ നമുക്ക് എക്സാം പ്രതീക്ഷിക്കാം. കാരണം നമ്മൾ മാർച്ച് എൻഡോട് കൂടി 6th പ്രതീക്ഷിക്കുന്നുണ്ട്. സോ 6th കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ഉടനെ തന്നെ നമുക്ക് 4th സെമസ്റ്ററിൻ്റെ എക്സാംസ് പ്രതീക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ വല്ലാണ്ടൊരു ഗ്യാപ്പ് 6th ഉം 4th ഉം തമ്മിൽ ഉണ്ടാവില്ല. മനസ്സിലാവുണ്ടോ? എന്ന് വെച്ചാൽ ഇപ്പോൾ മാർച്ചിൽ നമ്മുടെ 6th സെമസ്റ്റർ എക്സാംസ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഏപ്രിൽ എൻഡോ അല്ലെങ്കിൽ മെയ് ഫസ്റ്റ് വീക്കോ ഒക്കെ ആയിട്ട് നമ്മൾ ഇപ്രാവശ്യത്തെ 4 സെമസ്റ്റർ എക്സാംസ് പ്രതീക്ഷിക്കുന്നുണ്ട്. വല്ലാണ്ട് ഡിലേ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം എന്താ, ഞാൻ പറഞ്ഞു യൂഷ്വലി ഫെബ്രുവരിയിൽ എക്സാം നോട്ടിഫിക്കേഷൻ വന്ന് അവർ എക്സാം നടത്താറ് മെയ് പകുതിയൊക്കെ ആയിട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം എലക്ഷൻ ആയതുകൊണ്ട് തന്നെ എലക്ഷൻ കഴിഞ്ഞിട്ട് ജൂൺ മാസത്തിലാണ് എക്സാം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്രാവശ്യം എല്ലാ എക്സാംസും നേരത്തെയാണ് നടക്കുന്നത്. സോ അതുകൊണ്ട് 6th രജിസ്ട്രേഷൻ അല്ലേ, എല്ലാ കാര്യങ്ങളും 5th നേരത്തെ എക്സാം അവർ കണ്ടക്ട് ചെയ്തു, റിസൾട്ട് പെട്ടെന്ന് വന്നു, അതിനുശേഷം രജിസ്ട്രേഷൻ ആരംഭിച്ചു. നമ്മൾ മാർച്ച് മാസത്തിലെ എക്സാം പ്രതീക്ഷിക്കുന്നുണ്ട്. ദെൻ 6th കൂടെ തന്നെ 4th അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ഓൺലൈൻ രജിസ്ട്രേഷൻ വിളിച്ചു. സോ 6th കഴിഞ്ഞാൽ, മാർച്ചിൽ നമ്മൾ 6th കഴിഞ്ഞാൽ അപ്പോൾ ഏപ്രിൽ എൻഡോ അല്ലെങ്കിൽ മെയ് ഫസ്റ്റ് വീക്കൊക്കെ ആയിട്ട് നമുക്ക് 4 സെമസ്റ്റർ പ്രതീക്ഷിക്കാം. സോ വല്ലാണ്ട് ഡിലേ വരില്ല. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പഠനം ആരംഭിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പേഴ്സ് QT കോസ്റ്റ് അക്കൗണ്ടിങ് ഉണ്ട്, അതുപോലെ തന്നെ തിയറി പേപ്പേഴ്സിൽ ലോ ഉണ്ട്. സോ ഇതിനൊക്കെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത് എന്തായാലും പഠിക്കേണ്ടതായിട്ട് വരും. നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻറ്റയർ സപ്പോർട്ടിങ് വീഡിയോസ് നമ്മുടെ ചാനലിൽ ആരംഭിക്കുന്നതാണ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS signing off. Have a nice day. Thank you.